പ്രധാനപ്പെട്ട റിപ്പോർട്ടർ ബ്രേക്കിംഗ് പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തറിയില്ലെന്ന മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാദം പൊളിയുന്നു. ദേവസ്വം മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ടെന്ന് പോറ്റിയുടെ അയൽക്കാരന്റെ വെളിപ്പെടുത്തൽ. 2 തവണ മന്ത്രി വന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിക്രമൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. SIT പോറ്റിയുടെ വീട്ടിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തതിന്റെ മഹത്തർ സാക്ഷി കൂടിയാണ് വിക്രമൻ നായർ. വിക്രമൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞത് കേൾക്കാം. ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്താണോ കടകംപള്ളി സുരേന്ദ്രനൊക്കെ വന്നിട്ടുള്ളത്? കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ചോദിച്ചാൽ കൃത്യമായിട്ടൊന്നും എനിക്ക് വന്നൂടാ. ചേട്ടൻ കണ്ട എത്ര വട്ടം? ഞാൻ 2 പ്രാവശ്യം ഒന്ന് കണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ഞാനും സുരേന്ദ്രൻ അന്ന് മന്ത്രിയാണ്. അന്ന് മന്ത്രിയാണ്. 2 തവണ വന്നപ്പോഴും മന്ത്രിയാണ്. 2 തവണ വന്ന മന്ത്രിയാണ്. ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? അതോ ഇവിടെ എന്ത് പരിപാടി ഉണ്ടായിരുന്നു അറിയില്ല. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഒന്നും അല്ലാതെ അല്ലാതെ സൗഹൃദത്തിൽ വന്നത് ആയിരിക്കും. ഉടനെ പോയോ അതോ കുറേ സമയം? ഇല്ല, ആദ്യം വന്നിട്ട് ഉടനെ പോയി. ഉച്ചയ്ക്ക് അങ്ങോട്ട് പിന്നെ ഒരു ദിവസം വന്ന് ആഹാരവും കഴിച്ചിട്ട് പോയി. ഏത് വർഷം ഓർമ്മയുണ്ടോ? ഏത് വർഷമൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. കൃത്യമായിട്ട് എനിക്ക് അങ്ങനത്തെ ഓർമ്മയില്ല. പക്ഷേ ഇവിടെ വന്നിരുന്നു. ഇവരുമായിട്ട് എത്ര കാലത്തെ ബന്ധമുണ്ട്? നിങ്ങൾ ഒന്നാമത്തെ അയൽവാസിയാണ്. ഇവരുമായിട്ട് 10-47 വർഷത്തെ. എന്ന് വെച്ചാൽ ഇവർ 47 വർഷമായി. ഞാൻ ഇവിടെ വന്നിട്ട് 50 വർഷത്തിൽ കൊണ്ടായി. അപ്പോൾ അന്ന് മുതലേ നമ്മൾ ഓക്കെ, നമുക്കിപ്പം റഹീസ് റഷീദും TV പ്രസാദുമുണ്ട്. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒന്നിലധികം തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ സ്വീകരിച്ച നിലപാട് അയ്യപ്പ ഭക്തനായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നത് എന്നതാണ്. അതല്ലാതെ ഒരു ബന്ധവും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഈ വിക്രമൻ നായരുടെ മൊഴി വിശ്വസിക്കാമെങ്കിൽ ഒന്നിലധികം തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതല്ലേ ഈ വെളിപ്പെടുത്തൽ? റഹീസ് റഷീദ്. അരുൺകുമാർ, ഉറപ്പായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തറിയില്ല, സൗഹൃദമില്ല, സ്പോൺസർ എന്ന നിലയിൽ 1-2 സ്ഥലത്ത് വെച്ച് കണ്ടത് മാത്രമേ ഉള്ളൂ എന്ന മറുപടിയായിരുന്നു ഈ ശബരിമല സ്വർണ്ണക്കള്ളക്കേസുമായി ബന്ധപ്പെട്ട് പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാവുകയാണ്. വിക്രമൻ നായർ എന്ന് പറയുന്ന നമ്മളോട് സംസാരിച്ച തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരൻ, ആ അയൽക്കാരൻ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തുള്ള മറ്റു പലരോടും നമ്മൾ സംസാരിച്ചിരുന്നു. അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ അത് പറയാൻ പേടിയാണ്. വിക്രമൻ നായർ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു 100 മീറ്റർ പോലും അപ്പുറം ഉള്ള അയൽക്കാരനല്ല. ഒരു മതിലാണ് പോറ്റിയുടെ വീടിന്റെയും വിക്രമൻ നായരുടെ വീടിന്റെയും മതില്, ഒറ്റ മതിലാണ്. വിക്രമൻ നായർ പറയുന്നത് ഒന്നിലധികം 2 തവണ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് 2 തവണ വന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ട് എന്ന വിവരം അദ്ദേഹത്തിനുണ്ട്. 2 തവണ വരുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രനുമായി ഈ വിക്രമൻ നായർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോറ്റിയുടെ വീട്ടിൽ പോയതിനു ശേഷമാണ് സംസാരിച്ചത്. ആദ്യ വരവിൽ അധിക സമയമൊന്നും ചെലവഴിച്ചില്ല. മന്ത്രി വന്നു, കുറച്ച് സമയം ഇരുന്നു, തിരിച്ചുപോയി. 2ാമത്തെ വരവിൽ ഉച്ചഭക്ഷണം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ വീട്ടിൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പോയത് എന്ന് ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം, ഈ തൊട്ടടുത്ത അയൽവാസി എന്ന നിലയിൽ ഇന്നലെ ഇ.ഡി. ഇവരുടെ വീട്ടിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ആളില്ലാത്തപ്പോൾ അന്വേഷിച്ചു പോയത് ഈ വിക്രമൻ നായരുടെ അടുത്താണ്. SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ റെയ്ഡ് നടത്തി കണ്ടെടുത്ത കാര്യങ്ങൾ മഹസറിൽ തയ്യാറാക്കിയപ്പോൾ അതിൽ മഹസർ സാക്ഷി ആക്കിയ ആളാണ് വിക്രമൻ നായർ. വിക്രമൻ നായരും നമ്മളോട് നേരിട്ട് നമ്മൾ ഈ ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ സംസാരിക്കില്ലായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മറ്റു കുറച്ച് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിൽ വിക്രമൻ നായരും ഇക്കാര്യം പറയാൻ തയ്യാറായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെ എന്തെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകളോ നടക്കുന്ന സമയത്താണോ വന്നതെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള സമയത്തൊന്നുമല്ല
കടകംപള്ളി സുരേന്ദ്രൻ വന്നതെന്ന് ഈ അയൽക്കാരൻ പറയുന്നുമുണ്ട്. ഓക്കെ അരുൺകുമാർ. TV